നമ്മളിപ്പോ തർക്കിക്കേണ്ട സമയമല്ല. അതുപോലെ ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കിയത് തന്റെ പിടിവാശി കൊണ്ടാ. എങ്ങനെയെങ്കിലും എല്ലാം ഒന്ന് ശരിയാക്കാൻ നോക്കുമ്പോ മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യാനായിട്ട് വരരുത്. മനസ്സാ വാച അറിയാത്ത കാര്യങ്ങൾ തലയെ കെട്ടിവെച്ച് 100 ചോദ്യങ്ങളും. ഒന്നിനും ഉത്തരം പറയാൻ മനസ്സില്ല. പ്രഭയോട് ഉത്തരം പറയണ്ട. നിയമസഭയിൽ കാണിക്കുന്നത് പോലെ 2 ചാട്ടവും പൊട്ടിത്തെറിയും കാണിക്കുമ്പോ പ്രഭ അടങ്ങുമെന്നറിയാം. പോലീസ് വരും, പോലീസ് ചോദിക്കും. MLA എന്നല്ല, പ്രധാനമന്ത്രിയാണെങ്കിൽ പോലും അവര് ചോദിക്കുമ്പോ ഉത്തരം പറഞ്ഞേ പറ്റൂ. കൊന്നതാരാണെന്ന് അവര് പറയിപ്പിക്കും. കൊന്നത് ഞാനാ, തീർന്നില്ലേ? ഞാൻ അവരോട് പറയും കുറ്റം ചെയ്തത് ഞാനാന്ന്. ജീവപര്യന്തം കിട്ടുമായിരിക്കും. ഈ വീട്ടിൽ ഞാൻ അനുഭവിക്കുന്നതും ജീവപര്യന്തം തന്നെയാ. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമല്ല. തൂക്കിക്കൊന്ന കൂടുതൽ സന്തോഷം. അതോടെ രക്ഷപ്പെടാലോ. തർക്കിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാം. പക്ഷെ യഥാർത്ഥ കാക്കിക്കാർ വരുമ്പോ മുട്ടിടിക്കും. അതിന് ഏത് കൊമ്പത്തെ ആളായാലും ഉത്തരം പറയിപ്പിക്കാൻ അറിയാവുന്നവരുടെ മുമ്പിൽ വിറയ്ക്കും. അതും മാത്രമല്ല, ഞാനാ കൊന്നതെന്ന് പറഞ്ഞാൽ ഓ ശരി വന്നാട്ടെ എന്നും പറഞ്ഞ് അവരങ്ങ് കൊണ്ടുപോവല്ലേ. യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് അവര് പറയിക്കും. ഒന്ന് നിർത്താൻ എനിക്ക് സൗകര്യമില്ല. എന്നാ നിർത്തണ്ട, ഇവിടെ നിന്ന് പറഞ്ഞോ. അടിച്ച് കൊല്ലടാ ഇവനെ. അവനവിടെ കീരിയുടെ കമ്പി കൊണ്ട് എസ്തപ്പന്റെ തലയ്ക്കടിച്ചിട്ടേ അവന്മാര് കടന്നു കളഞ്ഞു. എന്റെ കൈ കിട്ടും അവനെ. കുറച്ചു നേരം ഒന്നും മിണ്ടാതെ കിടക്ക്. ആ പെണ്ണിനെ തൊട്ടന് നീ എന്നെ കുത്തി. ഇന്ന് നിന്നെ ഇവിടെ എടുത്ത് തീർത്തിട്ട് ഞാൻ അവളെ പൊക്കാൻ പോവാ. എനിക്ക് പോണം. ഇതെവിടെ പോന്ന്? ബോധം അങ്ങോട്ട് തെളിഞ്ഞതേ ഉള്ളൂ ഇപ്പം. അതിനിടയ്ക്ക് ചാടുതുള്ളി നീ എങ്ങോട്ടാ? ഏരിയാമച്ചി മാറിക്കേ. അവിടെ അവന്മാർ കൊണ്ടുപോയോ? അവള് രക്ഷപ്പെട്ട് കാണുമല്ലേ? എവിടെയെങ്കിലും വിട്ട് എനിക്ക് ഇവിടെ പൂട്ടണം. എനിക്ക് പോണം. അവള് പൂട്ടിക്കിടന്നെങ്കിലേ എസ്തപ്പാൻ ഇപ്പൊ ജീവനോടെ കാണില്ലായിരുന്നു. ആ എന്തോന്ന്? എസ്തപ്പാനെ രക്ഷിച്ചതേ ആ പെണ്ണാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.